ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നീ ഹായ് എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ ഇത് തന്നെയായിരുന്നു. ഞാൻ ഹായ് പറയാം, അവന് ഹായ് ഇല്ല, അതെൻ്റെ ഒരു ശീലമാണ്. ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പലപ്പോഴും സംഭവം. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ മെമ്മറിയിൽ ഇട്ടിട്ടാണ്, നമ്മളൊന്നും എഴുതി വെച്ചിട്ടല്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ മാമംഗലം മാരുതി സുസുക്കി അർണയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിവിടെ അവരുടെ പുതിയ അല്ലെങ്കിൽ ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അത് ചെയ്യാൻ വന്നത് നമ്മുടെ റിയൽ ഹീറോസ് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റിംഗ്. ഇതേ ഇവിടെ ചെണ്ടമേളക്കാരൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണേണ്. അതിൻ്റെ അകത്തും അവർക്ക് വേണ്ടി ഒരു സ്റ്റേജൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. എന്നാലും നമ്മളും എല്ലാവരും അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. അല്ല ജൂബി? പിന്നെ തീർച്ചയായിട്ടും ബാക്കി നേരിട്ട് കാണാം അല്ലേ? ഞാൻ അകം ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. അകത്ത് അവരൊരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ LED വാള് ചെയ്യണവരുണ്ട്. അതുപോലെ പുറത്ത് ചെണ്ടമേളക്കാർ, അവരോട് നമുക്ക് ചോദിക്കാനുണ്ട്. എല്ലാവരോടും ചോദിച്ചെന്ന് നിങ്ങൾക്ക് അവരുടെ ഒരു ആകാംക്ഷയും കൂടി അറിയണമല്ലോ. എനിക്കുണ്ട്, ജുബിക്കുണ്ട്, ഇനി അവരുടെ ഒന്ന് അറിയണം. എന്നാൽ ആദ്യം തന്നെ പേര് പറഞ്ഞ രണ്ടുപേരെ. മഹേഷ്, റിയോൺ. എവിടെ സ്ഥലം? വൈപ്പിലാണ്. LED വാളിൻ്റെ പരിപാടിയാണ് അല്ലേ? ഓക്കെ. ഞാൻ ചോദിക്കാൻ വന്നത് വേറൊന്നുമില്ല. ഇപ്പോൾ പല ഉദ്ഘാടന സ്ഥലങ്ങളിലും നിങ്ങൾ പോകണമായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ വരുന്നത് നമ്മുടെ എന്താ പറയുക, എല്ലാവരും അഭിമാനമായ മഞ്ഞുമ്മൽ ബോയ്സ്, റിയൽ ഹീറോസ്. അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ അവരെക്കുറിച്ച് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതം ആണ് ആ സിനിമയിലായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇത് റിയൽ ജീവിതം ഇന്ന് സിനിമയിൽ വന്നപ്പോഴുള്ളൊരു അവരാദ്യമായിട്ട് കാണാൻ പോണേണ്. ആദ്യമായിട്ട് കാണാൻ പോണേ. അതിൻ്റെ ഒരു ഇതിലേരിക്കളെ നിനക്ക് എന്താ പറയാനുള്ളത്? ഇരിക്കണേന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അല്ലേ? അവർ വരട്ടെ, കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ചെണ്ട പരിപാടിയൊക്കെ ആയിട്ട് വന്നേക്കണവരൊന്ന് നമുക്ക് പരിചയപ്പെടാം. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ ട്രൂപ്പിൻ്റെ പേരെന്താ? എവിടെയാണ് സ്ഥലം? നോർത്ത് പറവൂര്. അപ്പോൾ ഒന്ന് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന് പേരൊന്നും എല്ലാവരും പറഞ്ഞിട്ട്. സനു, അതുൽ, വിവേക്, ഗോകുല്, ശ്യാം, അജിൻ, ജിത്തു, രാകേഷ്, രാഹുൽ, പവി, അനൂപ്. നെക്സ്റ്റ് ഫിനോജ്, ശ്യാം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ന് നമ്മുടെ റിയൽ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് വരുന്നത്. നിങ്ങൾ പലയിടത്തും ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ടുണ്ടാവും. ഇതൊരു വ്യത്യസ്തമായ ഒരു സമയമല്ല. അപ്പോൾ അവരെക്കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കണേ എനിക്കടക്കമുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ സിനിമ കണ്ടെന്ന് വളരെ നല്ലൊരു സിനിമയാണ്. കാരണം ഇതുപോലെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും നല്ലൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ട് അവരൊക്കെ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയാ അപ്പോൾ അവരെ കാണാനുള്ള ആകാംക്ഷയിൽ നിൽക്കണേണ്. തീർച്ചയായും അല്ലേ? അപ്പം ഞാനും ആ ഒരു ആകാംക്ഷയിൽ തന്നെ നിൽക്കണം. നമുക്ക് നേരിട്ട് കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മുടെ കൂടെ ഇവിടെ മാരുതി സുസുക്കി മാമംഗലം ഷോറൂമിൻ്റെ ബ്രാഞ്ച് ഹെഡും അതുപോലെ സെയിൽസ് മാനേജറും ഉണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരെയും കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. സാറിൻ്റെ പേരെന്ന് പറയാമോ? കാണിക്കും. എൻ്റെ പേര് മനോരഞ്ജൻ എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ പോപ്പുലർ മാമംഗലത്ത് മാരുതി ഷോറൂമിൻ്റെ ബ്രാഞ്ച് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. സാറിൻ്റെ പേര്? എൻ്റെ പേര് ഡൊമിനിക്, ഞാൻ സെയിൽസ് മാനേജറാണ്. വളരെ ഒരു സന്തോഷം തോന്നിയൊരു നിമിഷമാണിത്. കാരണം ഈ റിയൽ ഹീറോസ് സെലിബ്രിറ്റീസിനെ ഒഴിവാക്കണമെന്നല്ല പറയണത്. എന്നാൽ ഇതുപോലെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇതേപോലത്തെ കുറച്ച് ഹീറോസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ തിളങ്ങിയിരിക്കുന്ന മഞ്ഞുമ്മൽ ബോയ്സിലെ റിയൽ ഹീറോസിനെ കൊണ്ടുവന്നിങ്ങനെ നിങ്ങളുടെ ഈ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനുണ്ടായ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ നമ്മുടെ കാണികൾക്ക് വേണ്ടി? അല്ലെങ്കിൽ ആ ത്രെഡ് എങ്ങനെ മനസ്സിലോട്ട് വന്നു? ശരിക്കും മഞ്ഞുമ്മൽ ബോയ്സ് ഒരു സർവൈവലിൻ്റെ ആൾരൂപമാണ്. ശരിക്കും എന്ത് പ്രശ്നം വന്നാലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ ആ ഒരു സൊല്യൂഷൻ്റെ പാർട്ടാണ്. കാരണം ഇവർ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് അതിനെല്ലാം തരണം ചെയ്ത് കൂടെ നിന്ന ഒരാളെ ഇത്രയും ആഴത്തിൽ നിന്നൊക്കെ വളരെ സാഹസികമായിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് സ്വന്തം ലൈഫ് പോലും വേണ്ടാന്ന് വെച്ചൊരാൾ, അങ്ങനെ എന്താ പറയുക, പണയം വെച്ചൊരാൾ ഇറങ്ങി കൂടെ നിന്ന ഒരാൾക്ക് വേണ്ടി അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് അയാളെ കയറ്റിക്കൊണ്ടുവന്നു. അപ്പം നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു സർവൈവലിൻ്റെ ലിവിങ് എക്സാമ്പിൾസാണ് ഇവർ. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസ്. കാരണം സ്വന്തം ജീവൻ പോലും കളഞ്ഞിട്ടാണ് സുഹൃത്തിന് വേണ്ടിയിട്ട്, അല്ല ജീവൻ പോലും തിരിച്ചിട്ട്, അല്ലെങ്കിൽ അത്രയും ഇതായിട്ടാണ് അത്രയും അഗാധമായിട്ടുള്ളൊരു കുഴിയിലേക്ക് ഇറങ്ങി അയാൾ രക്ഷപ്പെടുത്തുക പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം
അവർ ശരിക്കും ഒരു അൺസങ് ഹീറോസ് ആയിരുന്നു. ഒരു സിനിമ ഇല്ലെങ്കിൽ ഒരിക്കലും ഇപ്പോഴും അവരാരും അറിയില്ല. പക്ഷെ ആ ഒരു സിനിമ അതൊരു നിമിത്തമായി. കാരണം ഇങ്ങനെയുള്ള ഒരു ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് ഉള്ള ആൾക്കാർക്കുള്ളൊരു ചാൻസ് എന്നും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. എവിടെ ഉറങ്ങിക്കിടന്നാലും ഒരു സമയമാകുമ്പോൾ അവർ വരും. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾസ് അല്ലേ. പിന്നെ ഒരു സർവൈവൽ ആയിട്ട് അല്ലേ, അവരൊരു സൈബർ ഹിസ്റ്ററിയാണ് അവർക്കുള്ളത്. അതൊക്കെയാണ് ഞങ്ങളെ ഇത്. മറ്റെന്തെങ്കിലും നമ്മുടെ കാണികളോട് ഈ അവസരത്തിൽ പറയാനുണ്ടോ? ശരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സംഭവത്തിന് ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സിനെ കൊണ്ടുവന്നത് എല്ലാം ഈ ഒരു ഓപ്പൺ മാസ്. ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ഒരു ട്രെൻഡിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഒരു കാർ വിപണിയെ സംബന്ധിച്ച് മാരുതി ഒരു ട്രെൻഡാണ്. ഇപ്പം മാരുതിയുടെ വാഹനങ്ങൾ ഓരോന്നും ഒരു ട്രെൻഡ് സെറ്ററായിട്ടാണ് വരുന്നത്. അതുപോലൊരു ട്രെൻഡ് സെറ്ററാണ് മഞ്ഞുമൽ ബോയ്സും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ മാമംഗലം ആണെങ്കിലും പോപ്പുലർ ആണെങ്കിലും ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ന്യൂസിലെല്ലാം പോപ്പുലർ ഉണ്ട്. ഇന്നലെ പോപ്പുലറിൻ്റെ ലിസ്റ്റിംഗ് നടന്നു, NSEയിലും BSEയിലും ലിസ്റ്റിംഗ് നടന്നു. പോപ്പുലർ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ, ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ തന്നെ മാറുകയാണ്. ഇതിനു മുമ്പ് ഒറ്റ കമ്പനിയാണ് ആകെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ കമ്പനി പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു നല്ല ദിവസമാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ മാരുതിയുടെ പുതിയ അരീന മാമംഗലത്ത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുകയാണ്. മൊത്തത്തിലൊരു ട്രെൻഡ് സെറ്ററായിട്ട് പോപ്പുലറും മാറുകയാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ എല്ലാവരുടെയും സാന്നിധ്യവും സ്നേഹവും എല്ലാം പോപ്പുലറിനൊപ്പം ഉണ്ട്. അത് പങ്കിടാനാണ് ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ടുള്ളത്. വളരെ സന്തോഷം രണ്ട് സാർമാരോടും. പിന്നെ നിർത്തുന്നതിന് മുന്നേ ഒരു ബിഗ് സല്യൂട്ട് ഈ ബ്രാഞ്ചിൽ എല്ലാവർക്കും നേരുന്നു. സാർമാർക്ക് മാത്രമല്ല, ഈ ബ്രാഞ്ചിലെ എല്ലാവർക്കും, സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും നേരുന്നു. വളരെ സന്തോഷം തോന്നിയുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സാർ.
ഒരുപാട് അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. ഇത്രയും വലിയൊരു സംഭവം ആരോടും പറയാതെ മനസ്സിലിങ്ങനെ ഒളിപ്പിച്ച് വെച്ച് നടന്ന ടീമൂടെ ആണെന്ന് അറിയുമ്പോൾ ഒരുപാട് സീക്രറ്റ്സ് ഉള്ള ആൾക്കാരുടെ ആണെന്ന് ഞങ്ങൾക്ക് എന്തായാലും അറിയാം. ആൻഡ് ഓൾസോ വീട്ടുകാരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇന്റർവ്യൂവിലൊക്കെ കണ്ടിരുന്നു. അവർ പറഞ്ഞപ്പോൾ ഇത്രയും ഭീമാകാരമായൊരു സംഭവമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. അപ്പം ഒരുപക്ഷെ ഇവരെല്ലാവരും ഒരുപാട് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും. സോ I request to each and every one of you to gather here. സൗഹൃദത്തിൻ്റെയും സർവൈവലിൻ്റെയും എല്ലാം കഥ പറഞ്ഞുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യമായി മലയാള ഒരു ചിത്രം 200 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. That is the Manjumal Boys. And ആ Manjumal Boysന് ജീവൻ നൽകിയ റിയൽ Manjumal Boys ആണ് ഇന്ന് ഇവിടെ നമ്മോട് കൂടി ഇപ്പോൾ ഇവിടെ വേദിയിൽ ഇരിക്കുന്നത്. സോ ഐ തിങ്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് അടിക്കണം എന്ന് എനിക്കറിയില്ല. ഇവിടെ ലൂസ് അടിക്കണം എന്ന് തുടങ്ങണോ അതോ അവിടെ നിന്ന് തുടങ്ങണോ? റിയൽ കുട്ടേട്ടൻ സുഭാഷ് കുട്ടേട്ടൻ നിന്ന് തുടങ്ങാം. ഓക്കെ കുട്ടേട്ടാ തുടങ്ങിക്കോ. അപ്പോൾ ഇന്നത്തെ സൂപ്പറിൻ്റെ ഉദ്ഘാടനത്തിൽ ഞങ്ങൾ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. അപ്പോൾ ഈ ഒരു പണം, ഞങ്ങളുടെ ചെറിയ പണം ഇത്രയും ഹിറ്റാക്കി തീർന്ന എല്ലാ ജനങ്ങളോടും നന്ദി പറയുകയാണ്. കാരണം 2006 നടന്ന സംഭവം, അത് അന്ന് 2006 നടന്ന സംഭവം, ചെറുതായിട്ട് നടന്ന സംഭവം, ആ ഒരു കാലം കൊണ്ട് ഒതുങ്ങിപ്പോയതാണ്. ഈ പണം വന്നതോടെ അത് വലിയ ഹിറ്റായി മാറിയൊക്കെയാണ്. പിന്നെ ഞങ്ങളും ഒന്ന് ഹിറ്റായി മാറിയൊക്കെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ക്ഷണിച്ചു തരുന്നതിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള അഭിവാദനങ്ങളും പറയുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ സിനിമ കൊണ്ടാടിയ നിങ്ങളോടും ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ സിനിമ ഇവിടെ ആങ്കർ പറഞ്ഞു ഞങ്ങൾ വീട്ടിലൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ വീട്ടിലൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ അവിടെ തന്നെ സത്യമൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. വീട്ടിലാകെന്ന് പറയുന്നത്. പിന്നെ ടൂറോടെ പോയില്ല. നിങ്ങൾ സത്യമൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഒരു ജീവിത കഥ അല്ലെങ്കിൽ റിയൽ സ്റ്റോറി ഇത്രയും സത്യസന്ധമായിട്ടൊരു വേറെ കഥയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത അത്രയും കാര്യങ്ങൾ അവർ അതൊരു സിനിമയാക്കി ചിത്രീകരിക്കുന്നുള്ളൂ. സിനിമയ്ക്ക് വേണ്ടി സിനിമാറ്റിക്കായിട്ട് അവരൊരു 5-6% എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് എന്നല്ല. നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നായകനല്ല, അതില്ലാത്ത എല്ലാവരും നായകനാണ്. എല്ലാവർക്കും അവർ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാരണം എല്ലാവരുടെ മനസ്സിൽ എപ്പോഴും ബാക്കി വെച്ച അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൗഹൃദമുണ്ട്. അതാണ് നിങ്ങൾ ഈ സിനിമ അംഗീകരിക്കാനുള്ളതാണ്. കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് സിനിമ കാണാൻ സുഹൃത്തുക്കളൊക്കെ തിയേറ്ററിലേക്ക് വരും. തിരിച്ചിറങ്ങി പോകുമ്പോൾ ഈ സിനിമ ഉണ്ട്, ഞങ്ങൾ റിയലായിട്ട് കണ്ട തിരിച്ചിറങ്ങി പോകുമ്പോൾ അവർ തോളത്ത് തിയേറ്ററിൽ പോയത്. ഞങ്ങളുടെ കഥ അത്രയധികം ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ വീട് പോയി മാത്രമല്ല അനുഭവിച്ചത് കഷ്ടപ്പെട്ടതൊക്കെ എൻ്റെ കൂട്ടുകാരാണത്. ഇവരാണ് യഥാർത്ഥത്തിലുള്ള ഹീറോസ്. ഞാനൊന്നും അനുഭവിച്ചിട്ടൊന്നുമില്ല. ഇവരാണ് കഷ്ടപ്പെട്ട് ഇവർ കരഞ്ഞ കരച്ചിലൊന്നും ഇവരുടെയൊക്കെ ജീവിതത്തിലെ 10 വർഷം പോയിട്ടുണ്ടാവും. അത്രയധികം സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട് ഇവർ. പിന്നീട് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. ഈ കഥ ഞങ്ങൾ ഡയറക്ടറോട് പറഞ്ഞ് അത് തിയേറ്ററിൽ പോയി കണ്ടിരുന്ന ഞങ്ങൾ കരഞ്ഞുപോയി. അപ്പോൾ നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിക്കാവുന്നുള്ളൂ. ഞങ്ങളുടെ ഈ കഥ മറ്റുള്ള പലരിലും പല രീതിയിലുള്ള മോട്ടിവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇതൊരു പിരിഞ്ഞുപോയ ക്ലബ്ബുകളുണ്ട്. ഒരുപാട് ക്ലബ്ബുകളൊക്കെ നിലനിന്ന കാലത്ത് ഇപ്പം അത് ഇല്ലാതായിപ്പോയി. പ്രവർത്തനങ്ങളൊക്കെ നശിച്ചു പോയ സമയത്ത് ഇപ്പം ഈ സിനിമ കണ്ട് അവരെല്ലാവരും ഈ സിനിമയിലൂടെ അവരെല്ലാവരും ഒന്നിച്ച് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ ചോദിക്കാട്ടോ. ഞാൻ കയറുന്ന മൈക്ക് കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. പറയാനുള്ളത് സുഭാഷും സിജുവും പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ആദ്യമായിട്ട് മാർജിയോട് തന്നെ ഞങ്ങൾ നന്ദി പറയുക, ഞങ്ങളിവിടെ ക്ഷണിച്ചതിന്. പിന്നെ ഈ പ്രേക്ഷകരായ നിങ്ങളാണ് ഈ പടം വിജയിപ്പിച്ചത്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മ, ഞങ്ങളുടെ അന്ന് അനുഭവിച്ചത് 2024-28 ഇതായപ്പോഴും ആ സിനിമ കണ്ട് വിജയിപ്പിച്ചത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളോടുകൂടി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. ഹലോ, ആദ്യം തന്നെ ഇവിടെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വിളിച്ചു വരുത്തിയ എല്ലാവരും
ഞങ്ങൾക്കറിയാം കൂട്ടത്തിൽ നിശബ്ദരായിരിക്കുന്ന അല്ലേ, അവസാനം എന്നാൽ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് തിയേറ്റർ ഇളക്കി മറിച്ച റിയൽ ആളാണ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ആൻഡ് ഇനി കൂട്ടത്തിൽ എപ്പോഴും കൂടുതൽ ഒച്ചപ്പാട് എടുത്തുണ്ടല്ലേ, ആ ഒരു ഭയങ്കര ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചേട്ടന് ഇനി ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സോ പ്ലീസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിക്സൻ എന്നാണ്. ഇവരൊപ്പം ഒരുമിച്ച് ടൂറിലുണ്ടായിരുന്നതാണ്. എന്താ പറയാ, ഞങ്ങൾ സിനിമയിൽ കണ്ടത് ഞങ്ങളെ തന്നെയാണ്, ഞങ്ങളുടെ ഫാമിലി. ഞങ്ങൾ ഫസ്റ്റ് ഷോന് കണ്ട് തൊട്ട് ഷോന് അടുത്ത ഷോനാണ് ഞങ്ങളുടെ ഫാമിലി. മഞ്ഞുമേല ഞങ്ങൾ ഫുള്ള് മഞ്ഞുമക്കാരാണ്. അപ്പോൾ മഞ്ഞുമേല ഞങ്ങളുടെ ഫുൾ ഫാമിലി അവർ കണ്ടപ്പോൾ അവരുടെ ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വളരെ കരഞ്ഞ് ഭയങ്കരമായിട്ട് അത്രയ്ക്ക് ടെൻഷൻ അവർ അനുഭവിച്ചു. അപ്പോൾ അവർ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇത്ര നിങ്ങൾ അനുഭവിച്ചാന്നാണ് ചോദിച്ചത്. നമ്മ ഈ സിനിമയിലൂടെയാണ് ഈ നാട് മൊത്തം ഇതൊന്നല്ല എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടും ഞങ്ങളെ ഈ സിനിമയിൽ ഫോറസ്റ്റുകാർ ഞങ്ങളുടെ ക്യാഷൊക്കെ മേടിച്ചെടുത്ത് ഞങ്ങളുടെ ഒറ്റ പൈസയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത്. എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ കാണിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ പോലീസുകാരെന്നൊക്കെ പറഞ്ഞ പോലീസുകാരുടെ വീടൊന്നും കാണിച്ചിട്ടില്ല. വളരെ കഷ്ടപ്പെട്ട് ഒരു സുഹൃത്ത്, നമ്മുടെ കൂട്ടുകാരൻ, പുള്ളി നമ്മുടെ ഒരു രക്ഷപ്പെടും, അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ഇറങ്ങാനും പറ്റുള്ള, വീണ് പോയി കഴിഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞാൽ മരിച്ചു പോകും, ആരും ഇറങ്ങണില്ല. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു കഷ്ടപ്പാടാണ്. നമ്മുടെ സുഭാഷ് കഷ്ടപ്പാടല്ല, നമ്മുടെ സ്നേഹിതന് വേണ്ടി ഞങ്ങൾ അത്രയും എന്നുവെച്ചാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോകില്ലായിരുന്നു. അവരെയും കൊണ്ടേ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അതാണ് ഞങ്ങൾ ഇതല്ല, ഞങ്ങൾ 11 പേരുണ്ട്. 11 പേരെ എല്ലാവരും ഒരുപോലെ നിന്നാറുകൊണ്ടാണ് ഞങ്ങൾ സുഹൃത്തിനെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ അവർ ഒരു അരമണിക്കൂറായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അവിടെ നിന്ന് പോയിക്കോ, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, അവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ നമ്മളത് പോകാതെ നിങ്ങൾക്കായാലും നമ്മളൊരു കൂട്ടുകാരൻ, ഒരു സുഹൃത്ത്, ആരെങ്കിലും ആയിരിക്കട്ടെ അബദ്ധത്തിൽ പെട്ടിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം നിങ്ങൾ നോക്കുക. ആ മാക്സിമം ഞങ്ങൾ നോക്കിയതാണ് നമ്മുടെ സുഹൃത്ത് നമ്മളെ ഇപ്പോഴും ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ ഞങ്ങളെ വിട്ട് പോയാനെ. അത്രയും പറയാനുള്ളൂ. താങ്ക് യു. തന്നെ കാണിച്ചു തന്ന വ്യക്തികളാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പോൾ സമയപരിധി ഉള്ളത് കൊണ്ട് നമ്മൾ സംസാരം ഒതുക്കുകയാണ്. പുറകിലുള്ള എല്ലാവരെയും ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ടും വളരെ വ്യക്തമായിട്ടും അറിയാം. എന്നിരുന്നാൽ പോലും നിങ്ങൾക്കും പോകണം അല്ലേ? ഇന്ന് ഇവർ നേരെ കായംകുളത്തേക്ക് വെച്ച് പിടിക്കുകയാണ് അല്ലേ? അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് നിൽക്കുക. പി ഗോപാലകൃഷ്ണ ഭട്ട് അദ്ദേഹത്തിനാണ് നമ്മളുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ അരീന ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ഫസ്റ്റ് ഡെലിവറി ഇവിടെ നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾ എല്ലാവരെയും അല്ലെ കൂകി വിളിക്കുകയായിരുന്നു. കൂകി വിളിക്കുന്ന വെച്ചാൽ വേറെ അർത്ഥത്തിലല്ല കേട്ടോ, ആ ഒരു ആവേശത്തിന്റെ കൂകി വിളിയായിരുന്നു തിയേറ്ററിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ലാസ്റ്റ് വന്ന് ആ ഒരു ഡയലോഗ് ഒന്ന് ഉറക്കെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാമോ? പറയുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ഒരു ഉറക്കെ ഒരു കയ്യടി കൊടുക്കാമോ? അല്ലേ? Thank you so much. ഒരുപാട് സന്തോഷം. ആൻഡ് വെരി ഹാപ്പി ടു സീ യു ഗൈസ്. ഇന്ന് ഇവിടെ നിങ്ങളെ കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇനി ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം ഇവിടെ ചേർന്നിരിക്കുന്നവർക്ക് വേണ്ടി നൽകുകയാണ്. ഈ ഒരു മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ മനോരഞ്ജൻ സാറിനെയും രാജനന്ദൻ സാറിനെയും ക്ഷണിക്കുന്നു. സോ നമ്മളെല്ലാവരെയും സ്ക്രീനിൽ കുട്ടികളായി കണ്ട് സിജു ഡേവിഡ് അദ്ദേഹം ഉപഹാരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വുഡ് ലൈക്ക് ടു വെൽക്കം സുഭാഷ് ചേട്ടനെ മൊമെന്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സിജു ജോൺ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു.
ഇതുണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ സെൽഫി എടുക്കാൻ ഇടിയാണ് ആൾക്കാർ. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത കുറച്ച് ക്ലിപ്സാണ്. ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ, ഇതിൻ്റെ അകത്തും സെൽഫി എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ മുഴുവനൊന്നും എടുത്തില്ല, എന്നാലും നിങ്ങളെ കാണിച്ചു തരാൻ കുറച്ച് കാണിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി എടുത്ത വിഷ്വൽസാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഒരിക്കൽ കൂടി അവരുടെ വീഡിയോ എടുക്കാൻ സാധിച്ചു, മഞ്ഞുമൽ ബോയ്സിൻ്റെ. എന്താണ് കാരണമെന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാവരും പടം കണ്ടായിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഇപ്പോഴും കോരിത്തരിക്കുകയാണ് അവരെ കാണുമ്പോൾ. അപ്പോൾ വളരെ സന്തോഷം ആ ഫ്രണ്ട്ഷിപ്പ് കൂട്ടായി കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ, താങ്ക് യു.